പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ മലയാളത്തിൽ നമുക്കെല്ലാം പരിചിതമാണ് ദാസനും വിജയനും, മോഹൻലാലും ശ്രീനിവാസനും അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതുപോലെയാണ് ഡി കെ ശിവകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡി കെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനത്തിലേക്ക് എത്തുന്നത്, അതിന്റെ യഥാർത്ഥ ടൈമിൽ. അതുൾപ്പെടെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. പരിശ്രമങ്ങൾ പരാജയപ്പെടാം, പക്ഷേ പ്രാർത്ഥനകൾ പരാജയപ്പെടില്ല. ദൊഡ്ഡള്ളഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ എന്ന ഡി കെ എപ്പോഴും പറയുന്നതാണ് ഇത്. ഒടുവിൽ ഡി കെയുടെ പ്രാർത്ഥന ഫലം കണ്ടു. ഭരണഘടന മുറുകെ പിടിച്ച് കന്നഡ നാടിന്റെ 34ാമത്തെ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക് ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെയും ബി ഡി സതീശനടക്കം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. നിരവധി പ്രമുഖരാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ನಾನು ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಭಯ ಅಥವಾ ಪಕ್ಷಾತೀತವಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯಯುತವಾಗಿ ಮಾಡುತ್ತೇನೆಂದು ನನ್ನ ಅಜ್ಜ ಗಂಗಾಧರಜ್ಜನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಈಗ ಪ್ರಮಾಣ ವಚನಕ್ಕೆ ಸಹಿ ಮಾಡಲಿದ್ದಾರೆ. ನಾನು ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಾದ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿಯದೆ ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಮುಕ್ತ ನಿರ್ವಹಣೆ ಅಗತ್ಯವಾಗುವುದೆಂದು ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲದೆ ಅನಾತ್ಯ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯೇಕವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ನನ್ನ ಅಜ್ಜನ ವೀರ ಗಂಗಾಧರ ಅಜ್ಜರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ. ಧನ್ಯವಾದಗಳು ಸರ್. അങ്ങനെ പ്രൗഢഗംഭീരമായ ചടങ്ങിനെ സാക്ഷിയാക്കി ഡി കെ അധികാരത്തിലേക്ക് കയറുകയാണ്. ജി പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ കെ ജെ ജോർജും യു ടി ഖാദറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്കുമുണ്ട് ഡി കെ മന്ത്രിസഭയിൽ ഒരു നിർണായക റോൾ. മകന് പുറമെ മന്ത്രിസഭയിലെ ജി പരമേശ്വര, എം ബി പാട്ടീൽ, കെ ജെ ജോർജ്, ഭൈരതി സുരേഷ്, കെ എച്ച് മുനിയപ്പ ഇവരെല്ലാം സിദ്ധരാമയ്യയുടെ വിശ്വസ്തർ തന്നെയാണ്. നമുക്കറിയാം 2023 അധികാരത്തിലെത്തിയപ്പോൾ തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രി പദത്തിൽ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥ. പക്ഷേ സാക്ഷാൽ സിദ്ധരാമയ്യയെ മെരുക്കി ഒന്നാമനാകാൻ 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഡി കെ ശിവകുമാറിന്. മുന്നിലുള്ളത് ചുരുങ്ങിയ സമയം മാത്രമാണ്. നേരിടാനുള്ളത് നിരവധി വെല്ലുവിളികളാണ്. ബൊക്കലിംഗ വോട്ടുകൾ അനുകൂലമാകുമ്പോൾ അഹിന്ദ വോട്ടുകൾ ചോരാതെ നോക്കണം ഡി കെയെ സംബന്ധിച്ച്. 2028 ഭരണ തുടർച്ച നേടണമെങ്കിൽ ഇതൊക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാരെ സമ്മാനിക്കണം. അങ്ങനെയൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഡി കെയുടെ ചുമലിലുള്ളത്. അതിൽ ഭിന്നതകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നത് ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്ക് ആരാണ് ഡി കെ എന്നതുകൂടി ഒന്ന് പരിശോധിച്ചാൽ, നിരവധി പ്രതിസന്ധികളിൽ നിന്ന് പാർട്ടിയെ കരകയറ്റിയ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറാണ്
ഇനി കർണാടകയെ നയിക്കാൻ പോകുന്ന ഈ DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആകെ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് DK ശിവകുമാർ. ഇങ്ങ് കേരളത്തിൽ നമുക്കറിയാം VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ DK പങ്കെടുത്തിരുന്നു. ആ DK സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ആരവം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ DKയുടെ സ്ഥാനം. DK വന്നാൽ അവിടെ ജനം ഇളകുന്ന ഒരു സാഹചര്യമാണ്. അത് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടതാണ്. 1962 മെയ് 15 കർണാടകയിലെ രാമനഗര ജില്ലയിലെ കനകപുരയിലുള്ള വൊക്കലിംഗ കുടുംബത്തിൽ കെമ്പേഗൌഡയുടെയും ഗൗരമ്മയുടെയും മകനായാണ് ദൊണ്ടല്ലഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ അഥവാ DK ശിവകുമാർ ജനിക്കുന്നത്. ക്യാമ്പസ് കാലഘട്ടത്തിലാണ് ശിവകുമാർ രാഷ്ട്രീയ കളരിയിലേക്ക് പ്രവേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ ചേർന്ന് 1983-85 കാലത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം മാറി. 87-ൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം. 85-ൽ സത്തന്നൂർ നിയമസഭയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ HD ദേവഗൌഡയ്ക്കെതിരെ 25-ാം വയസ്സിൽ മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. ഹൊളേനസപുര മണ്ഡലത്തിലും ജയിച്ച ദേവഗൌഡ രാജിവെച്ചതിനാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ സത്തന്നൂരിൽ അദ്ദേഹത്തിന് കന്നി വിജയം ലഭിച്ചു. പിന്നീട് 2 തവണ മണ്ഡലം നിലനിർത്തിയ ശിവകുമാർ അങ്ങനെ കർണാടക രാഷ്ട്രീയത്തിൽ സത്തന്നൂരിന്റെ കടുവ എന്ന് അറിയപ്പെട്ടു. പാർട്ടിയിലെ വലിയ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനും വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കാനും കോൺഗ്രസ് MLA-മാരെ കൂറുമാറ്റത്തിൽ നിന്ന് സംരക്ഷിക്കാനുമൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിക്കുന്ന വ്യക്തി DK-യാണ്. കുതിരക്കച്ചവടം തടയാൻ MLA-മാരെ റിസോർട്ടുകളിൽ രഹസ്യമായി പാർപ്പിക്കുന്ന റിസോർട്ട് രാഷ്ട്രീയ തന്ത്രം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ നേതാവാണ് DK ശിവകുമാർ. 2002-ൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് MLA-മാരെ കർണാടകയിലെ റിസോർട്ടിൽ പാർപ്പിച്ച് വിശ്വാസ വോട്ടെടുപ്പ് ദിവസം മുംബൈയിലെത്തിച്ചത് അന്ന് കർണാടക നഗരവികസന മന്ത്രിയായിരുന്ന ശിവകുമാറാണ്. 2017-ൽ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ ഉറ്റ അനുയായിയായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജയം ഉറപ്പിക്കാൻ 44 കോൺഗ്രസ് MLA-മാരെ ബംഗളൂരു റിസോർട്ടിലേക്ക് മാറ്റി. MLA-മാരെ BJP ചാക്കിടുന്നത് തടയാനായിരുന്നു അത്. അന്നത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് G പരമേശ്വരയോ അറിയാതെയായിരുന്നു ഈ അന്നത്തെ DK ശിവകുമാറിന്റെ ഈ ഓപ്പറേഷൻസ് ഒക്കെ. 2018-ൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൂക്കുസഭയുണ്ടായപ്പോൾ BJPയുടെ ഓപ്പറേഷൻ താമര തടയാൻ കോൺഗ്രസ് MLA-മാരെ അദ്ദേഹം റിസോർട്ടിലേക്ക് മാറ്റി. 2021-ലെ അസം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA-മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും പാർട്ടി ഏൽപ്പിച്ചത് DK ശിവകുമാറിനെ ആയിരുന്നു. കർണാടകയിൽ BJP സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിർത്താൻ ശിവകുമാറിന്റെ ജനപ്രീതിക്ക് കഴിഞ്ഞു. അപ്പോഴും ഈ അദ്ദേഹത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ചേർത്ത് അദ്ദേഹത്തിന് BJPയുമായിട്ടുള്ള അടുപ്പം ചില ഘട്ടങ്ങളിലൊക്കെ വെല്ലുവിളി ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടി മറ്റിടങ്ങളിൽ പലയിടങ്ങളിലും തോറ്റപ്പോൾ 2022-ൽ കർണാടകയിൽ മികച്ച വിജയമൊരുക്കിയതിൽ വലിയ ഒരു റോൾ DK ശിവകുമാറിനുണ്ട്. 2002-ൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് MLA-മാരെ കർണാടകയിലെ റിസോർട്ടിൽ പാർപ്പിച്ച് വിശ്വാസ വോട്ടെടുപ്പ് ദിവസം മുംബൈയിലെത്തിച്ച് അന്ന് കർണാടക നഗരവികസന മന്ത്രിയായിരുന്ന ശിവകുമാറാണ് ആ ഓപ്പറേഷൻസ് ഒക്കെ വളരെ വിജയകരമായി പൂർത്തിയാക്കിയത്. നമ്മൾ ഗുജറാത്തിലെ കാര്യങ്ങൾ കണ്ടതാണ്. അങ്ങനെ നിരവധി തവണ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് ഒക്കെ രക്ഷിച്ചിട്ടുള്ള, അതിന്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു DK ശിവകുമാർ. അത് കർണാടകയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ ആ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ താമര തടയാൻ പലയിടത്തും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം അവതരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓരോ സംസ്ഥാനത്തിലും വിശ്വസിച്ച് ഹൈക്കമാൻഡ് ആ ചുമതല DK ശിവകുമാറിനെ ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് DK ശിവകുമാർ. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ്, ഇപ്പോൾ ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് DKക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകുന്നത്. ആ റോൾ ഇനി വഹിക്കാൻ പോവുകയാണ്. ആ റോളിലേക്ക് DK ശിവകുമാർ എത്തുമ്പോൾ രാജ്യത്തെ ഏറ്റവും ധനികരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി DK ശിവകുമാർ മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ
അദ്ദേഹം വെളിപ്പെടുത്തിയത് പ്രകാരം 1413 കോടി രൂപയുടെ സ്വത്തുണ്ട് DK ശിവകുമാറിന്. ഒരുപക്ഷെ ഏറ്റവും സ്വത്തുള്ള മുഖ്യമന്ത്രിയാണ് കർണാടകയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്ന DK ശിവകുമാർ. കർണാടകയിലെ ഗ്രാനൈറ്റ് ഖനന മേഖലയിൽ വൻ നിക്ഷേപം ഉള്ള വ്യക്തിയാണ്. സ്കൂളുകളും കോളേജുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. വൻ കമ്പനികളിൽ പങ്കാളിത്തമുണ്ട്. അതിനാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോഴും പാർട്ടിയെ സാമ്പത്തികമായി സഹായിക്കാൻ DKയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിച്ചതിന്റെ ഫലമായി അനധികൃത സ്വത്ത് സമ്പാദന കേസുകളും റെയ്ഡുകളും ഒക്കെ DK ശിവകുമാർ നേരിടുന്നുമുണ്ട്. സമ്പത്ത് അധികമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ ആശ്രയിക്കുന്ന നേതാവ് കൂടിയാണ് DK ശിവകുമാർ. കർണാടകയിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുള്ള അനുഭവ സമ്പത്തുള്ള സിദ്ധാരാമയ്യയെ മാറ്റാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ എന്നാൽ ഇതൊന്നും അല്ല ഘടകം. ജനപ്രീതിക്കൊപ്പം റിസോർട്ട് രാഷ്ട്രീയം അടക്കം അടവുകളിലൂടെ പാർട്ടിയെ രക്ഷിച്ചതിന്റെ കടപ്പാടും മറ്റുമാണ് ഏറ്റവും പ്രധാന ഘടകമായി വരുന്നത്. നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള VD സതീശന്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഘടകം അത് ജനഹിതം എന്നതായിരുന്നു. അങ്ങനെ ഒരു ജനഹിതത്തിന്റെ കണക്കെടുപ്പ് കൂടിയാണ് കർണാടകയിൽ DKയ്ക്കും ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വഴിയൊരുക്കൽ കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ ഹൈക്കമാൻഡ് കാണിച്ചു തരുന്നത്. അങ്ങനെ നിരവധി പ്രതിസന്ധികളിൽ പാർട്ടിയെ കരകയറ്റിയ ട്രബിൾ ഷൂട്ടർ ഇനി കർണാടകയെ നയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. അതെങ്ങനെ അദ്ദേഹം മറികടക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ ഡൽഹിയിൽ നിന്നുണ്ടായിട്ടുള്ള അപകടത്തിന്റെ ഒരു വാർത്തയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മാളവ്യ നഗറിലെ തീപിടുത്തമാണ്. 21 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീപിടിച്ച് കൊല്ലപ്പെട്ടവരിലേറെയും വിദേശികളാണ് എന്നതാണ് വിവരം. അവരെയൊന്നും തിരിച്ചറിയാൻ ഇപ്പോഴും ആയിട്ടില്ല. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു. ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് നിയമം ലംഘിച്ചാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതുൾപ്പെടെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിലൊക്കെ വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ അപകടത്തിന്റെ വിവരം പുറത്തേക്ക് വരുന്നത്. 8:50 9 മണി സമയത്താണ് ഈ അപകടത്തിന്റെ വിവരം പുറത്തു വരുന്നത്. ഹോട്ടലിൽ നിരവധി പേർ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. അതിൽ ഏതാണ്ട് 30ഓളം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇടുങ്ങിയ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വലിയ ദുഷ്കരമായിരുന്നു. വളരെ താമസിച്ചാണ് ആ രീതിയിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. 5 നിലകളുള്ള കെട്ടിടത്തിലായിരുന്നു ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ആളിക്കത്തുന്ന തീയിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടാനായി ചിലരൊക്കെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ നിലയിൽ ചാടി അങ്ങനെ വീണ് അപകടത്തിൽപ്പെട്ടവരും ഇപ്പോൾ ചികിത്സയിലുണ്ട്. മരിച്ചവരിലും അങ്ങനെയുള്ളവർ ഉൾപ്പെടുന്നുണ്ട്. പ്രദേശവാസികൾ നൽകുന്ന വിവരമനുസരിച്ച് 25ഓളം മുറികളുള്ള ഈ ഹോട്ടലിൽ അപകടം നടക്കുമ്പോൾ 40-ലധികം താമസക്കാരുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി രാജ്യത്തിൻ്റെ പുറത്തുനിന്നെത്തിയ വിദേശ പൗരന്മാരായിരുന്നു. രാവിലെ ഭൂരിഭാഗം താമസക്കാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം ഇത്രമേൽ വർദ്ധിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് വീണ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. പോലീസ് രക്ഷപ്പെടുത്തിയ മറ്റ് 10 പേർ ചികിത്സയിലാണ്. ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല മരിച്ചവരെ. എല്ലാവരും ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നു എന്നൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവരും നാട്ടുകാരുമൊക്കെ നമ്മൾ മാധ്യമങ്ങളോടൊക്കെ പറയുന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഭേദകമാണ് ആ പ്രതികരണങ്ങൾ. मैं यहाँ आया तो मुझे देखा कि धुआं निकल रहा है. जब हम यहाँ मौके पर आए तो हमने देखा कि इसमें फ्लोरिश इन जो ये होटल है इसमें आग लगी हुई है. इसके अपर ग्राउंड पर जो है रेस्टोरेंट था, इसके बेसमेंट में जो कमरे थे और ऊपर इसके अंदर कमरे थे. और जब हम आए तो हमने देखा कि आग जो 2nd फ्लोर तक पहुंच चुकी है. और इसके पीछे जो इसमें जो वेंटिलेशन की विंडो थी वहां से हमारे सामने जो एक लेडी जो देखने में मद्रास साइड की लगी वो 3rd फ्लोर से जो डायरेक्ट नीचे कूदी
उसके बाद 3 लोग और कूदे। उसके बाद मैंने जो फायर ब्रिगेड को कॉल की, फायर ब्रिगेड का जो यहाँ से जो स्टेशन है, फायर स्टेशन जो मात्र जो 700 मीटर की दूरी पे मालवीय नगर पुलिस स्टेशन के बिल्कुल बराबर में, उसके बावजूद जो मुझे 14 बार जो कॉल करनी पड़ी और लगभग 35 से 40 मिनट जो उन लोगों ने यहाँ पर आने का टाइम लिया। और सबसे पहले हमारे बाद या ये कह लीजिए यहाँ के जो बीट ऑफिसर हैं दिनेश यादव, वो 8:45 पर लगभग 8:45 पर वो हमारे साथ रेस्क्यू करने में लग गए थे। कहा गया हम जांच कराएंगे क्योंकि इनकी फायर ब्रिगेड की लिफ्ट नहीं खुली, इनकी सीढ़ियां नहीं खुली, उसकी जांच की रिपोर्ट अब तक नहीं आई है। फिर विवेक विहार में आग लगी, वहां 9 लोग मरे। वहां पे पता चला कि फायर ब्रिगेड के अंदर पानी नहीं था, प्रेशर नहीं था, उसकी जांच कराई गई, अभी तक जांच की रिपोर्ट नहीं आई। अब ये आग लग गई जिसके अंदर अभी तक बताया गया 21 लोग मरे हैं। 21 लोग जिंदा मर गए जल के, और भी हो सकते हैं। अब क्या किया जा रहा है सरकार की तरफ से, जो लोग मरे उन्हीं पे दोष डाल दो कि यही गलत थे, हौजरानी के लोग गलत है, सरकार बिल्कुल ठीक है। अरे यार, मरने वालों के लिए थोड़ा तो तरस खाओ। सरकार को मैं कहना चाहता हूँ, ज्यादातर लोग बाहर के विदेश के लोग हैं। आप ये सोचिए कि भारत के बारे में क्या इमेज बनेगी बाहर। इलाज के लिए आए हुए, कोई पिकनिक मनाने नहीं आए हुए थे। किसी का रिश्तेदार को किडनी बदलवानी है, किसी को हार्ट का बाईपास कराना है, मजबूरी में आदमी यहाँ पे रह रहा है, कोई पिकनिक में नहीं रह रहा। अब सरकार क्या कर रही है? ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. പലരും ചികിത്സയ്ക്കായി മറ്റുമൊക്കെ എത്തിയ വിദേശ പൗരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന് ഒരൊറ്റ എക്സിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല, ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഈ സംഭവം ഉണ്ടായി അത് അറിയിച്ച് അതിനുശേഷം ഏതാണ്ട് 50 മിനിറ്റിന് ശേഷമാണ് അഗ്നിശമന സേനയ്ക്ക് എത്താൻ കഴിഞ്ഞത്. അവിടേക്ക് അങ്ങനെ ഒരു വാഹനത്തിന് കടന്നു വരാൻ പോലുമുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിൽ ഒരൊറ്റ എക്സിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ആളുകൾക്ക് ഈ തീപിടുത്തം ഉണ്ടായി എന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായി. ഇതൊക്കെയാണ് ഈ മരണസംഖ്യ ഉയരാൻ കാരണമായത് എന്നതാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണങ്ങളിലൂടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയൊരു അനാസ്ഥയുടെ ചിത്രം കൂടിയാണ് വെളിവാകുന്നത്. 21 പേരുടെ മരണത്തിന് കാരണമായ ഈ ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് നിയമം ലംഘിച്ചാണ് എന്നതാണ് മനസ്സിലാകുന്നത്. മാളവ്യ നഗറിലെ ഹൗസ് റാണിയിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിന് ഡൽഹി സർക്കാർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതി പ്രകാരമാണ് അനുമതി നൽകിയിരുന്നത്. ഈ പദ്ധതി പ്രകാരം വെറും 6 മുറികൾ പ്രവർത്തിപ്പിക്കാൻ മാത്രമായിരുന്നു ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ഫ്ലറിഷ് സ്റ്റേയിൽ 25 മുറികൾ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. ബേസ്മെന്റിലും ചില മുറികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ചതോടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയായി, അപകടത്തിന്റെ വ്യാപ്തി കൂടിയത് അതുകൊണ്ടാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഹൗസ് റാണിയിലെ ഇടുങ്ങിയ പ്രദേശത്താണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെയാണ് അവിടേക്കൊരു ഫയർഫോഴ്സ് യൂണിറ്റിന് പോലും എത്തിപ്പെടാൻ വളരെ സമയമെടുക്കേണ്ടി വന്നത്. നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾക്ക് സമീപമായിരുന്നു ഈ ഹോട്ടൽ എന്നതിനാൽ തന്നെ ഡൽഹിയിൽ ചികിത്സാ ആവശ്യത്തിനായൊക്കെ എത്തുന്ന വിദേശികളിൽ പലരും താമസത്തിനായി ഈ ഹോട്ടൽ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷേ അവരൊന്നും ഇത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് എന്നറിയാതെ, ഇതിൽ സുരക്ഷാ ക്രമീകരണങ്ങളില്ല എന്നറിയാതെയാണ് ഇതിൽ താമസിച്ചിരുന്നത്. എന്തായാലും ഹോട്ടലിന് ഒരേ ഒരു പ്രവേശന കവാടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടെ തന്നെ പുറത്തിറങ്ങാനുള്ള വഴിയും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായ സമയത്ത് കൂടുതൽ പേർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളാകെ ഇല്ലാതായി എന്ന് ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. 25 മുറികൾ, 6 മുറികൾക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്ത് 25 മുറികളുള്ള ഹോട്ടലിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതൊരു ഗുരുതര നിയമലംഘനമാണ്. ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായ പരിശോധനകളിൽ മനസ്സിലാകുന്നത്. അങ്ങനെ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു കേന്ദ്രമായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നാൽ ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഡൽഹിയിൽ ഈ രീതിയിലുള്ള തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല അനധികൃത കെട്ടിടങ്ങളും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആളുകൾ ഈ രീതിയിൽ വന്നു തന്നെയാകുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. എന്തായാലും പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നമുക്കറിയാം വലിയ ഒരു അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ജീവൻ നഷ്ടമായിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ ഇങ്ങനെ അനധികൃതമായി ഡൽഹിയിൽ യഥേഷ്ടം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതൊക്കെ വലിയ അപകടക്കെണികളായി തുടരുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വാർത്തയാവുകയും സഹായം പ്രഖ്യാപിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സംഭവമെങ്കിലും മാളവ്യ നഗറിൽ ഉണ്ടായിട്ടുള്ള 21 പേരുടെ ജീവനെടുത്ത, വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത ഈ സംഭവമെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതുപോലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടങ്ങൾ അതിൽ കൃത്യമായ നടപടികൾ എടുക്കാൻ ഈ സംഭവം പ്രേരിപ്പിക്കട്ടെ. കേരളത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള കലഹം LDFിൽ അതിരൂക്ഷമാവുകയാണ്. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ CPMഉം CPIയും തുടരുന്നു. പ്രശ്ന പരിഹാരത്തിന് ഇന്ന് CPM CPI സെക്രട്ടറിമാർ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഒരു തീരുമാനവുമാകാതെ അലസിപ്പിരിയുകയാണ് ഉണ്ടായത്. ഇതുവരെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നും പദവി നൽകാനാകില്ല എന്നും ആവർത്തിക്കുകയാണ് CPM ചെയ്യുന്നത്. അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ CPIയും തുടരുന്നു. ഏതാണ്ട് ഈ പ്രശ്നം ഇപ്പോൾ പുറമേക്ക് വളരെ പ്രകടമായി തന്നെ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധി ഈ മുന്നണി മറികടക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യം വ്യക്തമാക്കിയത്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് അദ്ദേഹം പരസ്യമായി ഇത് പറയുന്നത്. ഇക്കാര്യത്തിൽ CPMന് വഴങ്ങരുതെന്ന കർശന സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ബിനോയ് വിശ്വത്തിനുണ്ട്. സെക്രട്ടറി തല ചർച്ചയ്ക്ക് AKG സെന്ററിൽ എത്തിയിരുന്നു ഇന്ന് ബിനോയ് വിശ്വം. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയല്ല. മുന്നണിയുടെ ഐക്യത്തിന് CPI നൽകുന്ന പ്രാധാന്യം CPMഉം നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് AKG സെന്ററിൽ നിന്ന് മടങ്ങിയത്. യഥാർത്ഥത്തിൽ ചർച്ച പരാജയപ്പെട്ടെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സമ്മതിക്കുന്നത് പോലെയായിരുന്നു അത്. LDFിൽ CPI കൊടുക്കുന്ന പ്രാധാന്യം CPMഉം കൊടുക്കണം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മുന്നണിയുടെ മുന്നോട്ടുള്ള നല്ല നീക്കത്തിന് CPI ഒപ്പമുണ്ട്. CPMഉം ആ നിലപാട് സ്വീകരിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എന്തുകൊണ്ട് പദവി നൽകില്ലെന്ന് CPM പറയട്ടെ എന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മുന്നണിയാണത്, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPIക്ക് പറ്റും, CPMനും പറ്റേണ്ടതാണ്. അപ്പോ CPIക്ക് അത് പറ്റും, അത് CPMനും പറ്റേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ അതൃപ്തിയും ആ ചുരുക്കം ചില വാക്കുകളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു പദവിക്ക് വേണ്ടി CPMഉം CPIയും ശാഠ്യം പിടിക്കുന്നതാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് CPM CPI സെക്രട്ടറിമാർ നടത്തിയ ചർച്ച അലസിപ്പിരിയുന്ന ഒരു ഘട്ടം വരെ അത് എത്തി നിൽക്കുകയാണ്. CPI ആവശ്യപ്പെടുന്ന പദവി നൽകാനാകില്ല എന്ന് CPM ഇന്നത്തെ യോഗത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇതുവരെ LDF നിയമസഭാ കക്ഷി യോഗം ചേരാനായിട്ടില്ല എന്നും അതിനാൽ പിന്നോട്ട് പോകേണ്ട എന്നതുമാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. നമ്മൾ നിയമസഭയിലെ അംഗബലത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നിയമസഭയിൽ LDFന് ഇത്തവണ ആകെ 35 MLAമാരാണ് ഉള്ളത്. CPMന് 26, CPIക്ക് 8, RJDക്ക് 1. സമീപകാലത്തെ ഏറ്റവും ശുഷ്കമായ പ്രതിപക്ഷ നിരയാണ് ഇത്തവണത്തേത്. ഇടതുമുന്നണിയിൽ CPIക്ക് മാന്യമായ പദവി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നും ഇതിൽ വ്യക്തതയില്ലാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതും എന്നുമാണ് CPIയുടെ നിലപാട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തൊട്ടു പിന്നാലെ CPI ഉന്നയിക്കുന്ന ആവശ്യം CPM കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. പദവി കിട്ടിയില്ലെങ്കിൽ വിഷമകരമായ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് CPI നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് CPM ഈ കടുംപിടുത്തം തുടരുന്നത്. LDFനകത്ത് ആവശ്യപ്പെടേണ്ട കാര്യം ബിനോയ് വിശ്വം പരസ്യമായി പറഞ്ഞതിനെ നേരത്തെ LDF കൺവീനർ തന്നെ തള്ളി പറഞ്ഞിരുന്നു. വലിയ അമർഷം ഈ തുറന്നു പറച്ചിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ അവകാശവാദം ഉന്നയിച്ചതിൽ ആ CPIയുടെ ആ നടപടിയിൽ CPMനുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഉണ്ടായതിനു ശേഷം LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആ പദവി വഹിച്ചിരുന്നത് CPM ആയിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പദവി CPIക്ക് നൽകില്ല എന്ന് CPM തീരുമാനിച്ചത്. ഇതിന്റെ സൂചന CPM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്തു കഴിഞ്ഞു.
പ്രതിപക്ഷ ഉപനേതാവ് പദ്ധതി CPM വെക്കുന്നതാണ് കീഴ്വഴക്കമെന്നും CPIയുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. CPI ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതയോ കക്ഷിയോ ഒക്കെ ചേരാൻ പറ്റും. LDF എന്ന രീതിയിൽ ഞങ്ങൾ യോജിച്ച് മുന്നോട്ടേക്ക് പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇതേവരെ CPIM ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് വന്ന ഉടനെ അത് വരാൻ തുടങ്ങി, അതായത് ആ പോസ്റ്റ് വന്നത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPIM ആണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും എന്ന രീതിയിൽ. മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കമാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി CPIയുടെ അവകാശവാദം തള്ളുകയാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ആ വാർത്താസമ്മേളനത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും എന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്ന് നടന്ന അനുനയ ശ്രമം അല്ലെങ്കിൽ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്, അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ CPI അത്ര പെട്ടെന്ന് അയയുന്ന ഒരു സമീപനമല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. KN ബാലഗോപാലാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ രണ്ടാമനായിരിക്കുന്നത്. നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയം കഴിഞ്ഞ 2 ദിവസമായി അവതരിപ്പിക്കുന്നത്, ആദ്യത്തെ ദിവസം അവതരിപ്പിച്ചത് ബാലഗോപാലാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത കാര്യം പോലും CPIയോട് ചർച്ച ചെയ്തിരുന്നില്ല. ഈ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമൊക്കെ തീരുമാനിക്കുന്നത് അനൌദ്യോഗിക ചർച്ചകളിലൂടെയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഇത്ര ദിവസമായിട്ടും LDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വേണ്ടിവരുന്നത്. അപ്പോൾ അനൌദ്യോഗിക ആശയവിനിമയം നടത്തിയാണ് ഇപ്പോൾ സഭയിലെ കാര്യങ്ങൾ പോലും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മുമ്പെങ്കിലും യോഗം ചേരണമെങ്കിൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. PM ശ്രീ അടക്കം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ വിഷയമാണ്. ആ വിഷയത്തിലടക്കം CPI ഉന്നയിച്ച ആവശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു. അന്ന് CPIയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ CPMന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ അന്ന് CPIക്കായിരുന്നു. അന്ന് മുതലേ CPI ബന്ധം അത്ര സുഖകര അല്ല. അപ്പോൾ കനത്ത തോൽവി ഉണ്ടായതിനു ശേഷം ഇത്തരം ആവശ്യങ്ങളൊന്നും ഇനി പരിഗണിക്കേണ്ട എന്നൊരു നിലപാടാണ് CPMനുള്ളത്. ഇനി അങ്ങനെ വലിയ വിലപേശൽ വേണ്ട എന്നതാണ് വലിയേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്തായാലും ഈ പ്രതിസന്ധി വലിയ രീതിയിൽ മൂർച്ഛിച്ചിരിക്കുന്നു. കടുത്ത സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് ഉള്ളത്. CPIയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 നിലപാടുണ്ട്. കടുത്ത നിലപാടുള്ളവരും പരിഹരിച്ച് മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന നിലപാടുള്ളവരുമുണ്ട്. എന്തായാലും ആവശ്യം പരസ്യമായി പറഞ്ഞതിനാൽ ഇനി പിന്മാറുക എന്നത് CPIയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ CPIയിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പദവി വിട്ടു നൽകില്ലെന്ന് CPM പരസ്യമായി സൂചിപ്പിച്ചതോടെ CPIക്ക് ഇനി എത്ര ദിവസം ഈ പിടിവാശി തുടരാനാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനപ്പുറം കടുത്ത നടപടികളിലേക്ക് പോകുമോ, മുന്നണി വിടുന്നതുൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഈ സാഹചര്യം കൊണ്ടു ചെന്നെത്തിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. എന്തായാലും ഇപ്പോൾ CPMനെ സംബന്ധിച്ച് പരിഹരിച്ച് പോകാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. പേരിനൊരു വെടിനിർത്തലുണ്ട്, പക്ഷേ ആക്രമണത്തിനൊരു കുറവുമില്ല. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്ക, ഇസ്രയേൽ സംയുക്ത ആക്രമണം തുടങ്ങിയിട്ട് ഇന്ന് 96 ദിവസമാവുകയാണ്. യുദ്ധം ലോകത്തെ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ സാധാരണ മനുഷ്യനും അതിന്റെ കെടുതികൾ അനുഭവിക്കുകയാണ് ലോകത്തിന്റെ പല കോണിലായി. പക്ഷേ യുദ്ധം തുടങ്ങി വെച്ചവർക്ക് പോലും ഇപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ സമാധാന കരാറിലേക്ക് എത്തുമെന്ന ഘട്ടത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കാകെ യുദ്ധം ആളിപ്പടരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദിവസം അത്രമാത്രം കലുഷിതമായിരുന്നു. പ്രകോപനം തുടങ്ങിയത് അമേരിക്ക തന്നെയാണ്. വീണ്ടും US ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തെത്താൻ ശ്രമിച്ച എണ്ണ ടാങ്കറിന് നേരെ
US മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പുതിയ ആക്രമണം ഉണ്ടായത്. ഇറാൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് ബോട്സ്വാന പതാകയുള്ള MT ലെക്സി എന്ന എണ്ണക്കപ്പൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചത്. തുടർന്ന് US മിസൈൽ ആക്രമണം നടത്തി. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യം തടഞ്ഞ 7ാമത്തെ കപ്പലാണിതെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ പറയുന്നു. ആ പ്രകോപനം അതിന് അതിശക്തമായിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഗൾഫിലായിരുന്നു ആ തിരിച്ചടി. ശക്തമായ ഭാഷയിലായിരുന്നു ഈ പ്രകോപനത്തോട് ഇറാന്റെ പ്രതികരണം. വെടിനിർത്തൽ ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറി. US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായി ഗൾഫ് രാഷ്ട്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ശക്തമാക്കി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടിയും തിരിച്ചടിയുമായി ഇറാനും US-ഉം നേർക്കുനേർ എത്തിയ രാത്രിയായിരുന്നു ഇന്നലത്തേത്. അല്ലെങ്കിൽ പുലർച്ചെ നേരമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തു. ആക്രമിച്ച ശേഷം ഓടുന്ന രീതി ഇനി നടക്കില്ലെന്നും പ്രത്യാക്രമണം നേരിടാൻ തയ്യാറായിരിക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യമിട്ടു എന്നാണ് IRGC അവകാശപ്പെട്ടത്. കുവൈറ്റിന്റെ പേര് പറയാതെയായിരുന്നു IRGCയുടെ പ്രസ്താവന. പുലർച്ചെയുണ്ടായ വ്യോമാക്രമണ പരമ്പരകളിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് കാര്യമായ നാശനഷ്ടം തന്നെ സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടതായി കുവൈറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളുണ്ട്. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും സർവീസുകൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയുമൊക്കെ ചെയ്തു. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്ന് വിമാനത്താവളത്തിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു. വലിയ രീതിയിൽ ആക്രമണത്തെ കുവൈറ്റ് അപലപിച്ചു. ആക്രമണ ശ്രമം തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രാദേശിക സഖ്യസേനയും ചേർന്ന് തകർത്തതായാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ആക്രമണങ്ങളിൽ US സൈനികർക്ക് പരിക്കേൽക്കുകയോ സൈനിക ആസ്തികൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിലെ 5ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനവും മേഖലയിലെ US വ്യോമത്താവളവും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തുവെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അവകാശവാദം അമേരിക്കൻ സൈന്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഇറാന്റെ അവകാശവാദങ്ങൾ വ്യാജമാണെന്നും എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെടുത്തിയെന്നുമാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. കുവൈറ്റിലും US സൈന്യത്തെ ലക്ഷ്യമിട്ട ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ശത്രുതാപരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി നേരിട്ടു എന്നത് കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചു. നഗരത്തിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ ആകാശത്ത് തകർത്തതിൻ്റേതാണ് എന്നതാണ് കുവൈറ്റ് വ്യക്തമാക്കിയത്. ജനങ്ങൾ ആരും തന്നെ മിസൈൽ അവശിഷ്ടങ്ങളോ സംശയാസ്പദമായ വസ്തുക്കളോ തുടരുതെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തു. മേഖലയിൽ ഭീഷണി ശക്തമായതിനെ തുടർന്ന് ബഹ്റൈൻ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടയ്ക്കുകയും സിവിലിയൻ വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. രാജ്യത്ത് അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. അപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതീവ ആസൂത്രിതമായ വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയത്. ഒരേ സമയം ബാലിസ്റ്റിക് മിസൈലുകളും വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചു എന്നതാണ് സെൻട്രൽ കമാൻഡ് തന്നെ പറയുന്നത്. ഇതിൽ 2 പ്രധാന ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളെയാണ് US-ന്റെ പേട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം വിജയകരമായി നേരിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് പറയുന്നു. പേട്രിയോട്ടിന്റെ കൃത്യമായ ഇടപെടലോടെ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തകർക്കാൻ കഴിഞ്ഞതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ പരിഭ്രാന്തിയാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ നമുക്കൊപ്പം വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ്, കുവൈറ്റ് പ്രസിഡന്റായിട്ടുള്ള ചെസിൽ ചെറിയാൻ തത്സമയം ചേരുകയാണ്. ശ്രീ ചെസിൽ ചെറിയാൻ, സ്വാഗതം.
വലിയ ആശങ്ക ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ദിവസമാണ്. ചെറിയ ഒരു ഇടവേളയുണ്ടായിരുന്നു യുദ്ധസമയത്ത്, പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു രാത്രിയാണ് പിന്നിടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇന്നലത്തെ രാത്രിയും പുലർച്ചെയുമായി നടന്ന ആക്രമണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾക്കത് അനുഭവവേദ്യമായിട്ടുണ്ടോ? നിങ്ങൾ ഭയപ്പാടിലാണോ? എന്താണ് സാഹചര്യം? താങ്ക് യു മിസ് രേണുക. ആദ്യമായിട്ട് ഇന്നലത്തെ ഈ അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ പൗരനായിട്ടുള്ള ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അനുശോചനം നേരുക ആത്മാർത്ഥമായിട്ട്. ദൈവാനുഗ്രഹത്താൽ ബാക്കി അതൊഴിച്ചാൽ ബാക്കി ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. അതുകൊണ്ട് നന്ദിയും കൂടി രേഖപ്പെടുത്തി ഞാൻ തുടങ്ങിക്കോളാം. മറ്റൊന്നുമല്ല, ഇത് 4-ാം മാസത്തിലേക്കാണ് യുദ്ധം ഇന്ന് കടന്നു കയറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 3 മാസം 4-ാം മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഇത്രയും നാളും നമ്മളെ ചേർത്ത് പിടിച്ച്, വിദേശിയെന്നോ സ്വദേശിയെന്നോ നോക്കാതെ ചേർത്ത് പിടിച്ച് എല്ലാ ആക്രമണക്കും ശക്തിയായി എതിർത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ ഈ രാജ്യത്തോടും എന്റെ ഭരണാധികാരികളോടും അതുപോലെ ഈ സൈന സമീറിനോടും ഈ കുവൈറ്റ് എയർ ഡിഫൻസിനോടുള്ള അഗാധമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും സഹായഹസ്തമായി നിൽക്കുന്ന ഇന്ത്യൻ എംബസിയുമായി ഉദ്യോഗസ്ഥരും പ്രിയപ്പെട്ട ഹെയർ എക്സലൻസി മാഡം പരിമിതി ത്രിപാഠി അംബാസഡർ ഉൾപ്പെടെയുള്ള നന്ദി ഞങ്ങൾ ഈ അവസരം നേരുകയാണ്. ഇനി ഇന്നലെ ഉണ്ടായ കാര്യത്തെപ്പറ്റി, ഇന്ന് പുലർച്ചെയും അർദ്ധരാത്രിയും ഉണ്ടായ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ധാരണാജനകമായ ഒരു അറ്റാക്ക് ആയിരുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ജലീബ് അഥവാ അബ്ബാസിയ എന്ന് പറയുന്നത് കുവൈറ്റിലെ. അത് എയർപോർട്ടിന് സമീപത്തുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതായത് ഞങ്ങൾക്ക് ഹാർഡ്ലി ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഞങ്ങളുടെ ഈ താമസ സ്ഥലവും എയർപോർട്ടുമായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ടമുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ അതിന്റെ പ്രകമ്പനവും അതിന്റെ ശബ്ദവും ഒക്കെ ഏറ്റവും പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും, നേരിടുന്നത് ഞങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമായാണ് ഈ പറയുന്ന ഇന്നലത്തെ ഒരു അറ്റാക്ക് ഉണ്ടായത്. പ്രതീക്ഷമായിരുന്നുകൊണ്ട് തന്നെ ഈ അറ്റാക്ക്, ഈ അപായ സൈറൻ ഒരു അർദ്ധരാത്രി 12 മണിയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉറങ്ങി കിടന്ന് നമ്മളെല്ലാവരും എണീക്കുകയുണ്ടായി. അത് 1 മണിക്കൂറോളം ആ സൈറൻ നിലനിന്നു. അത് ഈ പ്രദേശം മാത്രമല്ല, കുവൈറ്റ് എല്ലാ സ്ഥലങ്ങളിലും അത് ആക്ടിവേറ്റ് ആയിരുന്നു. എല്ലായിടത്തും ഇതിന്റെ ഈ പറയുന്ന സൈറന്റെ ഒരു അപായ സൈറന്റെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു സ്ഫോടന ശബ്ദം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. സത്യത്തിൽ ബിൽഡിംഗ് ഉൾപ്പെടെ ഒന്ന് ഷേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകമ്പനം, നല്ലൊരു പ്രകമ്പനത്തോടെയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. സ്ഫോടന ശബ്ദമാനത്തോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അത് ഞങ്ങളെ കുറച്ചൊരു പാനിക് ആക്കിയെങ്കിലും ഞങ്ങൾക്കുള്ളിലൊരു ആശ്വാസവും ഒരു ധൈര്യവും ഉണ്ടായിരുന്നു. നാളെ ഇത്രയും നാളായിട്ട് യുദ്ധം, ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും കുവൈറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന ആശ്വാസത്തോടെ ഞങ്ങൾ കിടന്നുറങ്ങിയുണ്ടായി. രാവിലെ പക്ഷേ പുലർച്ചെ വീണ്ടും ഒരു അറ്റാക്ക് ഈ പറയുന്ന എയർപോർട്ടിൽ ലക്ഷ്യമാക്കി ഉണ്ടാക്കി. അത് ഏറ്റവും സങ്കടമായ കാര്യം എന്ന് പറയുന്നത്, ആ ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി അന്ന് ക്ലോസ് ചെയ്തിരുന്ന ഈ ടെർമിനൽ T1 എന്ന് പറയുന്ന കുവൈറ്റിന്റെ പ്രധാനപ്പെട്ട എയർപോർട്ട്, അത് 2 ദിവസം മുന്നേ ജൂൺ 1-ാം തീയതിയാണ് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അത് എല്ലാവർക്കും വലിയ ആശ്വാസകരമായിരുന്നു. അപ്പൊ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകേണ്ട ആൾക്കാർ വളരെ പ്രതീക്ഷയോട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതായത് ഇന്ത്യൻ എയർവേസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യ എന്നുള്ള ഫ്ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനലാണ് ഈ T1 എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്നലെ ധാരണമായ ഒരു വളരെ ഗുരുതരമായ ഒരു അറ്റാക്ക് ഉണ്ടായി. അത് വളരെ ഗുരുതരമായ ഒരു പരിക്ക് അല്ലെങ്കിൽ ഒരു കേടുപാടുകൾ ആ എയർപോർട്ടിൽ ഉണ്ടാകുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഒരു ഇന്ത്യക്കാരൻ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. നമുക്ക് പ്രധാനമായിട്ടും 3 ടെർമിനൽസ് ആണ് കുവൈറ്റിലെ എയർപോർട്ടോട് ബന്ധപ്പെട്ടുള്ളത്. മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിലോ മറ്റോ? അങ്ങനെ മലയാളികൾ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളോ മറ്റോ ലഭിക്കുന്നുണ്ടോ? ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നതിന്റെ വിവരമുണ്ടോ നിങ്ങൾക്ക്? സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രധാന വാർത്താ ചാനൽ ഉൾപ്പെടെ, വാർത്താ ഏജൻസി ഉൾപ്പെടെ, പത്രങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ അത് തന്നിട്ടില്ല. കാരണം നാഷണാലിറ്റി തിരിച്ചോ അല്ലെങ്കിൽ അത് ജോലിക്കാരാണോ, ജീവനക്കാരാണോ, യാത്രക്കാരായിരുന്നോ ഒന്നും അത് ഇതുമായിട്ട് അവർ തന്നിട്ടില്ല. അതിന്റെ പോലെ നമുക്ക് പക്ഷേ ചില സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിവിടെ പറയാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടും അനൗദ്യോഗികമായിട്ട്, അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞ വാർത്തകൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യക്കാരാണെന്ന് വെളിപ്പെടുത്തിയത് എംബസിയുടെ ഔദ്യോഗിക സൈറ്റിൽ എംബസിന്റെ അനുശോചനം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കാരെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് 3 ടെർമിനൽസാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് T1 ഇന്നലെ ആക്രമിക്കപ്പെട്ടത്, 2 മറ്റൊന്നുള്ളത് T5, അത് ഇതിനോട് അഡ്ജസ്റ്റന്റ് ആണ്. ഈ പറയുന്ന അറ്റാക്ക് ഉണ്ടായ ആ ബിൽഡിങ്ങോട് ചേർന്നിരിക്കുന്ന ഒരു ടെർമിനലാണ്. അവിടെയാണ് ജസീറ എയർവേസ്, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഉള്ളത് T4, അത് ഇവിടുത്തെ 1.5 കിലോമീറ്റർ അകലത്തിൽ, പ്രധാന T1 ഒരു 1.5 കിലോമീറ്റർ മുകളിൽ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുവൈറ്റ് എയർവേസിന്റെ മാത്രമുള്ള ഒരു ടെർമിനലാണ്. അപ്പം അത് രണ്ടും ഈ രാജ്യത്തിന്റെ ഒരു വിമാന കമ്പനികളായിരുന്നുകൊണ്ട് തന്നെ അവര് ഇതിന്റെ ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ സജീവമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ നിങ്ങൾക്കറിയാം വളരെ ഭീമാകരമായ ചാർജ് ഫെയർ ആയിരുന്നു, ടിക്കറ്റ് ഫെയർ ആയിരുന്നുകൊണ്ട് അത്യാവശ്യക്കാർ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യക്കാർക്കാണെങ്കിലും പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു എന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ അവിടുത്തെ ശേഷം ഈ 3 ടെർമിനലും ക്ലോസ് ചെയ്തെങ്കിലും ഒരു ആശ്വാസം ഈ പറയുന്ന ജസീറ എയർവേസും കുവൈറ്റ് എയർവേസും വീണ്ടും ഇപ്പോൾ പുനരാരംഭിക്കുന്നതായിട്ട് ഇന്ന് വൈകിട്ട് തൊട്ട് പുനരാരംഭിക്കുന്നതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റ് റീഷെഡ്യൂളിംഗ് കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നുമില്ല. പക്ഷെ എങ്കിലും അവർ പുനരാരംഭിക്കാമെന്നുള്ള വലിയൊരു ആശ്വാസമുണ്ട്. മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ 96 ദിവസമാവുകയാണ് ഈ ആക്രമണം തുടങ്ങിയിട്ട്. ഇടയ്ക്കൊരു സമാധാന കരാറിലേക്കൊക്കെ എത്തുന്നു എന്ന് കരുതിയെടുത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഈ 96 ദിവസം, ഏതാണ്ട് 100 ദിവസത്തോളം എത്തുന്ന ഈ സമയം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചത് എങ്ങനെയാണ്? വലിയ രീതിയിൽ സാധനങ്ങൾക്ക് വില ഉയരുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജോലി നഷ്ടം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ പല ഗൾഫ് മേഖലകളിലും മലയാളികൾ ഉൾപ്പെടെ നേരിടുന്നു എന്നതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം കടുക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ കൂടുതൽ വേഴ്സ്റ്റ് ആകും. അങ്ങനെ ഒരു ആശങ്കയിൽ തന്നെയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ വരികയായിരുന്നു. പക്ഷെ ആ സാധാരണഗതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിലവർദ്ധനവോ അതിനൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് ചാർജ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല, വളരെയധികം കൂടിയിരുന്നു. ഒന്നാമത് നമുക്കറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സ്കൂൾ അവധി ആയതുകൊണ്ട് ഒന്നാമത് തന്നെ ടിക്കറ്റ് കൂടുതലായിരുന്നു. അതിന്റെ പുറമെയാണ് ഇതും കൂടി വന്നിരിക്കുന്നത്. അതുപോലെ ജോലി, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്ന ഇടത്തരക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരെ, ലോജിസ്റ്റിക് കമ്പനികൾ ഉൾപ്പെടെ ഈ ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നിരവധി കമ്പനികൾക്ക് സാരമായിട്ട് തന്നെ ബാധിച്ചു. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയെ ഇത് അക്ഷരാർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾക്കൊന്നും ഒരു വിലക്കും വരാതെയുള്ള സ്റ്റോക്കും കാര്യങ്ങളും സപ്പോർട്ടും കുവൈറ്റ് ഗവൺമെന്റ് രീതിയിൽ അവർക്കുണ്ട് എന്നുള്ള സത്യമാണ്. എങ്കിലും ഇത് സാധാരണക്കാരെ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അവരുടെ ജോലിയും അവരുടെ വരുമാനത്തെയും ബാധിച്ചു എന്നുള്ള കാര്യം വളരെ വളരെ സത്യമാണ്. പക്ഷേ പിന്നെ അതുപോലെ സ്കൂളൊക്കെ തുറന്ന് പ്രവർത്തിച്ച് എല്ലാം നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുന്ന ചെറിയൊരു നമുക്കൊരു പരിഭ്രാന്തിയില്ലേ പോലും ഒരു ഭയമുണ്ട്. പക്ഷേ അതിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിലെ സ്കൂളുകളെല്ലാം 3 മാസം അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. സമ്മർ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാഴ്ച കൂടി പിള്ളേരെ സ്കൂള് മാനേജ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ പിന്നെ 3 മാസം അവധിയാണെന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശ്രീ ജസീൽ, ഇവിടിപ്പോ ഈ സാഹചര്യങ്ങൾ ഏറ്റവും വേഴ്സ്റ്റ് ആയത് ഇന്നലത്തെ രാത്രിയാണ്. അതിനുശേഷമുള്ളൊരു പകൽ കടന്നു പോവുകയാണ്. ഇനി എന്താണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ? യാത്രാ വിലക്കുകളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഉണ്ടോ? രാത്രി സമയം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ടോ? ഇന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടോ? അങ്ങനെയാണോ കരുതുന്നത്? നിലവിൽ അങ്ങനെ ഒരു സൂചനയും തന്നിട്ടില്ല. അത് തന്നെയുമല്ല, യുദ്ധത്തിന്റെ ആധികാരങ്ങൾ ഉണ്ടായിരുന്നുള്ള പരിഭ്രാന്തി കുവൈറ്റ് ഗവൺമെന്റിനോ ഇവിടെ നിലവിൽ ആർക്കുമില്ല. ഇന്ന് പകൽ തീർച്ചയായിട്ടും ഈ അറ്റാക്കിന് ശേഷം നമ്മുടെ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടവരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോരേണ്ടവരും കുറച്ച് പേർക്ക് ജോലി വന്ന് തിരിച്ചു കയറേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു പേടിയോ പരിഭ്രാന്തി ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിലുള്ള ജോലി, ജീവിതം, സ്കൂള് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ശരിയാണ്, പരിഭ്രാന്തി ഇല്ലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, മറ്റൊന്നുമല്ല, സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കുകയോ വീഡിയോ പിടിക്കുകയോ ഒന്നിന്റെയും ഒരു അവശിഷ്ടങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെയോ എടുക്കാൻ പാടില്ല. അത് നമ്മൾ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അയച്ചു തന്നാൽ അത് നമ്മൾ ഫോർവേഡ് ചെയ്യാനോ അയക്കാനോ പാടില്ല. അതുപോലെ സംശയാതരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും സാധനം കണ്ടാൽ അതിന്റെ സമീപത്ത് പോകാനോ അതിന്റെ ഫോട്ടോ എടുക്കാനോ പാടില്ല. മറിച്ച് 112 വിളിച്ച് പോലീസ് എന്തെങ്കിലും കൃത്യമായ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള വളരെ നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സഹകരിച്ചതിന്. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു നിർത്തിക്കോളാം. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞ ഈ പരിഭ്രാന്തി ഇവിടെ ആർക്കും അല്ലെ സർക്കാരിനും ഇല്ലെന്നുള്ള തെളിവാണ് ഈ കുവൈറ്റ് എയർവേസും ജസീറയും വീണ്ടും ഇന്ന് രാവിലെ അടച്ചവർ വീണ്ടും ഇന്ന് വൈകിട്ട് പുനരാരംഭിക്കുകയാണ്. അതിന് തെളിവാണ്. മറ്റൊന്ന് പറയുന്നത്, എനിക്ക് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റിനെ വളരെ കൺസേൺ ആയിട്ട് ഇടപെടുന്നതുകൊണ്ട് നിങ്ങളുടെ സഹായം ഈ കൂട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഫെബ്രുവരി 28 ശേഷം, അതായത് ഇവിടെ കുവൈറ്റ് നിയമം ഉണ്ടായിരുന്നു, 6 മാസം കാലാവധിയാണ് റീ എൻട്രി എന്നുള്ളത്. അതിനുശേഷം വിസ എക്സ്പയർ ആകും. പക്ഷെ ഫെബ്രുവരി 28 കഴിഞ്ഞ് കാലാവധി 6 മാസം കാലാവധി ആയവർക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. 3 മാസം കൂടി ഒരു ഇളവ് കൊടുത്തു, ഗ്രേസ് പീരീഡ്. കാരണം ഫ്ലൈറ്റിന് പ്രശ്നമുള്ളതുകൊണ്ട് 9 മാസം വരെ ഇളവ് കൊടുത്തിരുന്നു. അങ്ങനെ ഇന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറി വരുന്ന 3-4 പേര് അവരെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടില്ല എന്നൊരു വാർത്ത വളരെ വേദനാജനകമാണ്. അവർ വരാത്തത് മറ്റൊരിടത്തും നന്നായിരുന്നെങ്കിലും അത് വേറൊരു വശം, അതുകൊണ്ട് കയറി വരാൻ പറ്റിയില്ല. അത് തന്നെ കൊച്ചിൻ എയർപോർട്ടിൽ അവിടെയൊക്കെ സംശയം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 4 ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേരളത്തിലുള്ളത്. ഈ ഒരു കാര്യം ഒന്ന് ഒരു അറിവായിട്ട് തന്നെ ഇവിടുന്ന് പ്രത്യേകം നോട്ടീസ്
നിയമമൊന്നും ഇവിടുത്തെ സർക്കാർ ഇറക്കിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഇമിഗ്രേഷനിൽ കൃത്യമായിട്ട് നിയമമുണ്ട്. 9 മാസം വരെ, ഫെബ്രുവരി 22 ശേഷം കാലാവധി കഴിഞ്ഞവർക്ക് 9 മാസം വരെ, അത് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ സാധിക്കുമെന്നുള്ള വാർത്ത നിങ്ങൾ കൃത്യമായിട്ട് അവിടെ അധികാരികളെ അറിയിക്കണമെന്ന്. അത് ആശ്വാസകരമാണ് എന്തായാലും അത്തരമൊരു നീക്കമുള്ളത്. വളരെ നന്ദി ഷെസിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുക, ധൈര്യമായി ഇരിക്കുക. വളരെ മോശം അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. ഗൾഫ് മേഖലയിൽ ആകെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഖേഷം ദ്വീപിൽ ഇന്നലെ അമേരിക്കയുടെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഖേഷം ദ്വീപിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിരവധി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും സേന വിജയകരമായി തകർത്തെന്നും സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് എക്സ് പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത്. ഖേഷം ദ്വീപിന്റെ തെക്ക് ഭാഗത്തുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ടവറും സേന ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട്. അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഈ സൈനിക നടപടി ഉണ്ടായതെന്നും എന്നാൽ ഈ മിസൈലുകൾക്കൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കാനായില്ലെന്നും സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇറാനെതിരെ സ്വയം രക്ഷാ നടപടിയുടെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതായത് ഗൾഫ് മേഖലയിലൊക്കെ ഉണ്ടാകുന്ന ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് ഈ ഖേഷം ദ്വീപിൽ അതിശക്തമായ ആക്രമണം ഇന്നലെ അമേരിക്ക അഴിച്ചുവിട്ടത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഗൾഫ് മേഖലയിൽ യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ ഈ സന്ദേശം ഒട്ടും ആശ്വാസകരമല്ല. സമാധാന ഉടമ്പടിയുടെ വക്കിൽ നിന്നാണ് കാര്യങ്ങൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരാറിൽ കടുംപിടുത്തം തുടർന്ന അമേരിക്കയ്ക്കും ലബനനിൽ ആക്രമണം ശക്തമാക്കിയ നെതന്യാഹുവിനുമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്ന ഇറാനും IRGCയും ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, വെടിനിർത്തൽ ഫലപ്രദമാക്കുന്നതിലേക്കും ശാശ്വത സമാധാനത്തിലേക്കും കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് ആശിക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ കെടുതിക്ക് മുന്നേ തുടങ്ങിയതാണ് ട്രംപിന്റെ തീരുവ യുദ്ധം. രണ്ടാമത് അധികാരത്തിലേറിയ ട്രംപ് തുടങ്ങിവെച്ച ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. പിന്നീട് അമേരിക്കൻ കോടതികളിലെ വിധി ട്രംപിന് തിരിച്ചടിയായി. പക്ഷേ ട്രംപ് ഒട്ടും പിന്നോട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെ 50-ലേറെ രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അതായത് USTR മുന്നോട്ട് വെച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവ ചുമത്താനാണ്. ഇന്ത്യയും ചൈനയും ജപ്പാനും യൂറോപ്യൻ യൂണിയനും അടക്കം 60 വ്യാപാര പങ്കാളികൾക്കാണ് 12.5% വരെ അധിക ഇറക്കുമതി തീരുവ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ശുപാർശ ചെയ്യുന്നത്. നിലവിൽ ഈടാക്കുന്ന തീരുവയ്ക്ക് പുറമെയാണ് ഇത് ചുമത്തുക. കയറ്റുമതി മര്യാദകൾ പാലിക്കാതെ അമേരിക്കയിൽ നിന്ന് അനധികൃത നേട്ടം സ്വന്തമാക്കിയെന്ന് ആരോപിച്ച് 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 301 പ്രകാരം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇത് പ്രകാരമാണ് പുതിയ തീരുവ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് 1974 US വ്യാപാര നിയമത്തിലെ 301(b)(1) വകുപ്പ് അനുസരിച്ച് വ്യാപാര പങ്കാളികളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് പുതിയ തീരുവ ചുമത്താൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതിനെതിരെ നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ, അത് US വാണിജ്യത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് അമേരിക്ക അന്വേഷിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ചൊവ്വാഴ്ച USTR അറിയിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല എന്ന് USTR വ്യക്തമാക്കുന്നു. ഇതിന്റെ പിഴ എന്ന നിലയിലാണ് ഇപ്പോൾ തീരുവ ചുമത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ചട്ടം ലംഘിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്കാണ് 12.5% തീരുവ ബാധകമാവുക. പൂർണ്ണമായോ ഭാഗികമായോ ചട്ടങ്ങൾ പാലിച്ച കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, UK, തായ്വാൻ എന്നിവയ്ക്ക് 10% തീരുവയും ശുപാർശ ചെയ്യുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയാണ് ഇത് ഉയർത്തുന്നത്. സെക്ഷൻ 301 പ്രകാരം അന്വേഷണം നടത്തുന്നതിനെ ഇന്ത്യയും ചൈനയും യൂറോപ്യൻ യൂണിയനും എല്ലാം ശക്തമായി എതിർത്തിരുന്നു. ഇന്ത്യ US പ്രതിനിധികൾ വ്യാപാര കരാർ ചർച്ച ഡൽഹിയിൽ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ USTR പുതിയ താരിഫ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ ഇന്ത്യ US ബന്ധം വീണ്ടും വഷളാകും. വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇനിയും നീളാനും സാധ്യതയുണ്ട്. അതേസമയം വസ്ത്രങ്ങളും മറ്റ് തുണിത്തരങ്ങളും കുറഞ്ഞ തീരുവയോടെ US-ൽ ഇറക്കുമതി ചെയ്യുന്നതിനായി ഇളവ് നൽകുന്നതും USTR ശുപാർശ ചെയ്തിട്ടുണ്ട്. ചർച്ച നടക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം.
ഇന്ത്യക്ക് മേൽ കൂടുതൽ ഇറക്കുമതി തീരുവ അടിച്ചേൽപ്പിക്കാനുള്ള യുഎസിന്റെ നീക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. സെക്ഷൻ 301 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി ചർച്ച നടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. ഈ മാസമോ അടുത്ത മാസമോ തീരുവ ചുമത്തുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് കേന്ദ്രം ചർച്ചകളിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്ക് 12.5% തീരുവ ശുപാർശ ചെയ്തപ്പോൾ ചട്ടം ഭാഗികമായോ പൂർണ്ണമായോ പാലിച്ച 6 രാജ്യങ്ങൾക്ക് 10% തീരുവയാണ് USTR ശുപാർശ ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചുവല്ലോ. അതിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ അപ്പോൾ കുറഞ്ഞ തീരുവയാണ് ഏർപ്പെടുത്തുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ കുറവ് തീരുവ 10% അടച്ചാൽ മതി എന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അതും ഒരു കാര്യമാകും, അതും ഒരു മാനദണ്ഡമാകും. ട്രംപിന്റെ നീക്കം തിരിച്ചറി മറികടക്കാൻ വേണ്ടിയുള്ളതാണ്. പകരം തീരുവ കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ തോറ്റുപോയ ട്രംപ് തീരുവ നടപ്പാക്കാൻ പകരം വഴി തേടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങൾക്ക് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ നടപടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫെബ്രുവരി 20-ന് വൻ തിരിച്ചടി നേരിട്ടിരുന്നു സുപ്രീം കോടതിയിൽ. ട്രംപിന്റെ തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചു. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 1977 നിയമം ദുരുപയോഗം ചെയ്ത് ട്രംപ് ഏർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. പ്രസിഡന്റിന്റെ നടപടിക്ക് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 3-നെതിരെ 6 വോട്ടുകൾക്ക് കോടതി ഈ ചരിത്രപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. പിന്നാലെ പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് 150 ദിവസത്തേക്ക് 10% ആഗോള തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 1974-ലെ US വ്യാപാര നിയമത്തിൽ പ്രസിഡന്റിന് സ്വന്തം നിലയിൽ 15% വരെ അധിക തീരുവ ചുമത്താനുള്ള അധികാരം ഉപയോഗിച്ചായിരുന്നു ട്രംപിന്റെ ഈ നടപടി. ഇതിന് US കോൺഗ്രസ് അംഗീകാരം വേണ്ടിയിരുന്നില്ല. ഇത് ട്രംപിന് അനുകൂലമായി. എന്നാൽ ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്കെതിരെ ട്രംപ് സർക്കാർ ചുമത്തിയ ഈ 10% അധിക തീരുവ മെയ്യിൽ US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും റദ്ദാക്കി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ നടപടിയും. ഈ ചട്ടം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ ട്രംപിന്റെ തീരുവ സമ്പ്രദായം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ വിധി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50-ലേറെ രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുജനാഭിപ്രായത്തിനും അവലോകനത്തിനും വിധേയമായ ശേഷമാകും പുതിയ തീരുമാനം നിലവിൽ വരിക. ജൂലൈ 6 വരെ പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. പിന്നാലെ USTR ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും കേൾക്കും. നിലവിൽ വരുന്ന പക്ഷം നേരത്തെ US സുപ്രീം കോടതി തീരുവ ചുമത്തലിൽ ഏർപ്പെടുത്തിയ പരിധിയെ മറികടക്കാൻ ട്രംപിന് സാധിക്കും എന്നതാണ് ഈ പുതിയ നീക്കത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രണ്ട് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ട്രംപ്. കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. പക്ഷേ കച്ചവട കാര്യത്തിൽ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടില്ല ട്രംപ്. അനധികൃത തീരുവകളിൽ അമേരിക്കയിലെ നീതിന്യായ കോടതികളായിരുന്നു ഇന്ത്യക്ക് ആശ്വാസമായത്. ഇപ്പോൾ വ്യാപാര ചർച്ചകളുടെ ഭാഗമായി നടന്നുവരുന്ന ആശയവിനിമയങ്ങളിൽ ഇത് പരിഗണിക്കപ്പെടുമോ എന്ന് കാത്തിരിക്കാം. അതിനുമപ്പുറം പുതിയ തീരുവ നിർദ്ദേശങ്ങളിൽ അമേരിക്കയിൽ നടക്കുന്ന പ്രതീക്ഷ പൊതുജനാഭിപ്രായം കേൾക്കലിലും USTRലെ വാദങ്ങളിലും എന്ത് സംഭവിക്കുന്നു എന്നതും പ്രധാനമാണ്. ഈ കടമ്പകളെല്ലാം മറികടന്ന് തീരുവ പ്രാബല്യത്തിലായാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരെ ആഘാതം ഉണ്ടാക്കും. അത് മറികടക്കാൻ നമ്മൾ മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടതായും വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ ഉള്ളറകൾ. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.